നമസ്കാരം. നമസ്തേ. ഇപ്പം ലോകം മൊത്തം നോക്കി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് അമേരിക്ക അതുപോലെ തന്നെ ഇറാൻ തമ്മിലുള്ള പ്രശ്നം. ഇപ്പോൾ തുടങ്ങി വെച്ച് കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ഇതെങ്ങനെ നിർത്തണം എന്നറിയാത്തൊരവസ്ഥയിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയിൽ ഏറ്റവും വലിയൊരു കാര്യം വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻസ് എന്താ പറയുക കഴിഞ്ഞു ഇല്ല, പിന്നെ പക്ഷേ ഉപരോധങ്ങൾ എന്താ പറയുക ഉപരോധങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഭാഗത്ത് പറയുന്നു. മറുവശത്ത് ഇറാൻ ചൈനയിൽ പോയിട്ട് അവരുമായിട്ടുള്ള ഒരു സംവാദം നടക്കുന്നു ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെ ചൈന ഈ വിഷയം ബന്ധപ്പെട്ട് ഇറാനിൽ ഇടപെടുമോ അതോ എങ്ങനെയാണ് ഈ വിഷയത്തെ വിശകലനം ചെയ്യുന്നത്? ഒടുവിൽ ചൈനയുടെ മധ്യസ്ഥതയിലായിരിക്കും വിഷയം എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരമോ അല്ലെങ്കിൽ താൽക്കാലിക പരിഹാരം ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയ്ക്ക് ഏതായാലും ഇനി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നാണ് ട്രംപിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം പരസ്പര വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്ന കാര്യത്തിൽ അമേരിക്ക ഒരു വിട്ടുവീഴ്ചയും കാണിക്കുന്നില്ല. കാരണം എല്ലാ ദിവസവും ഇതേപോലുള്ള പ്രസ്താവനകളുമായിട്ട് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആണെങ്കിലും അതല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിക്കോ ആണെങ്കിലും ഇനി ഇവരൊന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ ആണെങ്കിലും അവരെല്ലാം ഇതേ ഒരു സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ട്രംപ് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചാൽ ആകെ ആശയക്കുഴപ്പമാണ്. ഞങ്ങൾ തൽക്കാലം ഓപ്പറേഷൻസ്, അതായത് ആക്ഷൻ, യുദ്ധം തുടരണ്ട എന്ന് തീരുമാനിച്ചു, പക്ഷെ ഉപരോധം നിലനിൽക്കും എന്ന് പറഞ്ഞു. അപ്പൊ എന്താണിപ്പോ ഈ ഉപരോധം അല്ലാതെ എന്ത് യുദ്ധമാണ് അമേരിക്ക അവിടെ ചെയ്യുന്നത്? ഒരു യുദ്ധം ചെയ്യുന്നില്ല. ഇപ്പൊ ഏതാണ്ട് 2 ആഴ്ചയിലധികമായിട്ട് അമേരിക്ക അവിടെ ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു വാർത്തയും നമ്മൾ വായിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഇടയ്ക്കൊക്കെ ഇറാനാണ് ചെറിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങളെ, ഇപ്പോ കഴിഞ്ഞ ദിവസം UAE ആക്രമിച്ചു, അല്ലെ അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പലിന് അകമ്പടി പോയ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇറാനാണ്, അല്ലാതെ അമേരിക്ക യാതൊരു ആക്രമണവും നടത്തുന്നില്ല. അമേരിക്ക പൂർണ്ണമായിട്ടും ഏതാണ്ട് വിമാനവാഹിനി കപ്പലൊക്കെ കൂടുതൽ ദൂരത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ഭാഗത്താണ്. പക്ഷേ ഉപരോധം നടത്തുന്നു എന്നുള്ളതാണ് അമേരിക്ക ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അമേരിക്ക ആ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ യുദ്ധം ഒരു ആക്ട് ഓഫ് ഹോസ്റ്റിലിറ്റി എന്ന് പറയാൻ നമ്മൾ നോക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്ന അതാണ്. അത് തുടരുകയും ചെയ്യും. ഇത് എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ കൺഫ്യൂഷനാണ്, അമേരിക്കയുടെ ഭാഗത്തുള്ള ഈ കൺഫ്യൂഷൻ യുദ്ധം നിർത്തുന്നതിന് ഒരു വലിയ തടസ്സമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്ക പലപ്പോഴും ഇറാനെ കുറ്റപ്പെടുത്താറുണ്ട്. ഇറാന് നേതൃത്വ നിരയില്ല, ഇറാനിൽ തീരുമാനമെടുക്കുന്ന ആരാണെന്ന് അറിയില്ല. അതൊക്കെ സാങ്കേതിക, അതായത് ഒരു ലിറ്ററൽ മീനിങ്ങിൽ ശരിയായിരിക്കാം. കാരണം ഇപ്പോൾ മുസ്താബ ആയത്തുള്ള ഖമനൈ പദവിയിലിരിക്കുന്ന ആയത്തുള്ള മുസ്താബ ഖമനൈ, അദ്ദേഹം ഗുരുതരാവസ്ഥയിലോ അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ആരോഗ്യനിലയാണ് അദ്ദേഹത്തിൻ്റെ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം പരസ്യമായിട്ട് ഈ ഒരു വേദിയിൽ പ്രത്യക്ഷപ്പെടാറില്ല. US ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ അദ്ദേഹം ആശുപത്രിയിലാണ്. മാത്രവുമല്ല, ഇറാന്റെ മുഖ്യ തീരുമാനമെടുക്കുന്ന ഒരുപാട് നേതാക്കന്മാരെ, ലാരിജാനി എന്നൊക്കെ പറയുന്ന പ്രമുഖരായിട്ടുള്ള ഭരണകൂടത്തിലെ പ്രമുഖരെ, അവരെയൊക്കെ തന്നെ വധിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആണെങ്കിലും ഈ നേതൃത്വ നിരയെ ഇല്ലാതാക്കുമ്പോഴും ഭരണകൂടം തകർന്നു വീഴുന്നില്ല എന്നുള്ളതാണ് ഇറാന്റെ പ്രത്യേകത. അമേരിക്ക എപ്പോഴും ഗൾഫ് അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളെ, പൊതുവെ അറബ് രാജ്യങ്ങളെ അമേരിക്ക ആക്രമിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു തന്ത്രം ഈ നേതൃത്വ നിരയെ ഇല്ലാതാക്കി ആ രാജ്യത്തെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ചരിത്രം നോക്കുമ്പോൾ ലിബിയ അല്ലെങ്കിൽ സിറിയ, ഇപ്പൊ ലിബിയയിൽ കേണൽ ഗദ്ദാഫി ഇല്ലാതാക്കിയതോടുകൂടി ആ ഭരണകൂടം തകർന്നു വീണു. അല്ലെ സിറിയയിൽ ബാഷർ അൽ ആസാദിനെ ഇല്ലാതാക്കുമ്പോഴേക്കും അവിടെ ഭരണകൂടം ഇല്ലാതാകും. ഇറാഖിൽ പണ്ട് സദാം ഹുസൈനെ പുറത്താക്കുമ്പോൾ ആ ഭരണകൂടം അവിടെ ഇല്ലാതായി. അപ്പം വ്യക്തി കേന്ദ്രീകൃതമായ ഭരണകൂടങ്ങളെ, ഒരു വ്യക്തിയെ ആക്രമിച്ചാൽ അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കിയാൽ ആ ഭരണകൂടം തകർന്നു വീഴും. പക്ഷെ അതേസമയം ഒരു പ്രസ്ഥാനത്തിന് പ്രാമുഖ്യമുള്ള ഇറാനിലെ ഷിയ തിയോക്രസി അങ്ങനെ ആ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. നേരത്തെ അയത്തുള്ള അലി ഖമനയി
ആയിരുന്നു മുഖ്യ തീരുമാനം, അല്ലെങ്കിൽ ഏറ്റവും അധികാരം അദ്ദേഹത്തിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നതെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടാലും ആ ഭരണം തകർന്നു വീഴാതിരിക്കാനുള്ള പല തട്ടുകളായിട്ടുള്ള ഭരണ ക്രമീകരണം അല്ലെങ്കിൽ അധികാര വികേന്ദ്രീകരണം ഒക്കെ അവിടെയുണ്ട്. അപ്പൊ ആ ഒരു സ്ഥിതിയിൽ അത്ര എളുപ്പമല്ല ഭരണകൂടത്തെ ഇല്ലാതാക്കാൻ. ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് അമേരിക്ക യഥാർത്ഥത്തിൽ ട്രംപ് ഓരോ ദിവസവും പറയും ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു വിജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ കരുതുന്നത് ട്രംപ് പരിഹാസനായിരിക്കുകയാണ്. കാരണം അദ്ദേഹം എന്ത് നേട്ടമാണ് ഉണ്ടാക്കിയത്? തിയോക്രസി, അവിടെ നിലനിൽക്കുന്ന ഭരണകൂടത്തെ ആ തിയോക്രസി, ഷിയ തിയോക്രസിയെ മാറ്റിയിട്ട് ജനാധിപത്യ ഭരണകൂടം നിലവിൽ വന്നോ? ഇല്ലല്ലോ, ഇല്ല. അടുത്തത്, ഈ യുദ്ധത്തിന് മുമ്പ് ഹോർമൂസിൽ സ്വതന്ത്രമായ ചരക്ക് ഗതാഗതം നടന്നിരുന്നു. ഇന്ന് ഹോർമൂസിൽ ചരക്ക് ഗതാഗതം സ്വതന്ത്രമല്ല. ഇറാൻ അവിടെ ഉപരോധം വളരെ വിജയകരമായിട്ട് ഉപരോധിച്ചപ്പോൾ അമേരിക്ക വേറൊരു ഉപരോധം അവിടെ കൊണ്ടുവന്നു. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യുന്നത്? ഹോർമൂസിലൂടെ കപ്പലുകൾക്ക്, കമേഴ്ഷ്യൽ ഷിപ്പുകൾക്ക് കടന്നു പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി. ഇതാണ് ഹോർമൂസിൽ സംഭവിച്ചത്. അപ്പൊ അവിടെയും അങ്ങനെ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി. ഈ യുദ്ധത്തിന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. ആ പ്രശ്നം ഇപ്പോൾ ഉണ്ടാക്കി. പക്ഷെ എന്തുകൊണ്ടാണ് ലോകം ഇത് ചർച്ച ചെയ്യാത്തതെന്ന് ഞാൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ്. കാരണം ആ ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വാതന്ത്ര്യത്തോടെ ആർക്കും 5 പൈസയും കൊടുക്കാതെ, ചുങ്കം കൊടുക്കാതെ എല്ലാ തരം കപ്പലുകളും, എണ്ണ ടാങ്കറുകളാകട്ടെ, അല്ലെങ്കിൽ കണ്ടെയ്നർ ഷിപ്പുകളാകട്ടെ, അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കപ്പലുകളാകട്ടെ, ഇതെല്ലാം തന്നെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ഇന്ന് അത്തരം ഒരു കപ്പലും അടുത്ത് നീങ്ങുന്നില്ല. അതായത് ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ലോകത്തിന്റെ ഊർജ സുരക്ഷിതത്വത്തിന്റെ പ്രധാന നട്ടലായിട്ടുള്ള ഒരു കപ്പൽച്ചാല, ഒരു പാത, അത് പൂർണ്ണമായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത്. യുദ്ധത്തിൽ വിജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം നേടിയെടുക്കണം. ഒരു ലക്ഷ്യവും നേടിയെടുത്തിട്ടില്ല. ഇതില് ഭരണകൂടം അതുപോലെ നിൽക്കും. ഇതിപ്പോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അമേരിക്ക എപ്പോഴുള്ള ഒരു സ്വഭാവം എന്ന് പറയാ ബടക്കാക്കി തനിക്കാക്കുക എന്ന് പറയാം നമ്മള്. ഇപ്പം എന്താ പറയാ, ഇറാനുമായിട്ടുള്ള ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴാണ് അതേസമയം പോയിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. ഒരു സമാധാന ചർച്ച എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സാധനം ചെയ്തായിരുന്നത് അവർ. അത് ആയത്തുള്ള അലി ഖമീനിയെ വധിക്കുന്ന സംഭവമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം സെയിം സാധനം ഇപ്പോൾ അന്ന് വലിയ നിശബ്ദതക്കൊടുവിൽ പെട്ടെന്ന് ഈ സാധനം വന്ന് ചെയ്തത് ഒരു അൺഎക്സ്പെക്റ്റഡ് ഇതായിരുന്നു, വാറായിരുന്നു. അപ്പോൾ സിമിലർലി ഇതും അതുപോലെ ഒരു ഈ നിശബ്ദത എന്ന് പറയുന്നത് തൊട്ടടുത്തിനുള്ള ഒരു വാറിന് മുമ്പായിട്ടുള്ള ഒരു സൈലൻസ് മാത്രമായിരിക്കും എന്നുള്ളൊരു ചർച്ചയും അവിടെ ഇരുന്നില്ലേ? അത് അൺഎക്സ്പെക്റ്റഡ് വാറാണ് എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം 2025 ജൂണിൽ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചിരുന്നു. ഓർമ്മയുണ്ടല്ലോ അത്? അതെ അതെ, അങ്ങനെ ആക്രമണം ഉണ്ടായിരുന്നു. പിന്നെ ഇറാനെതിരെയുള്ള ഉപരോധം കഴിഞ്ഞ 2-3 വർഷമായിട്ട് കടുപ്പിക്കുകയാണ്. ഇടയ്ക്ക് ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ പിൻവലിച്ചിരുന്നു. 2017-18 തോന്നുന്നു, കൃത്യമായിട്ട് ഞാൻ ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പോൾ അതിനുശേഷം ആ ഉപരോധങ്ങൾ വീണ്ടും 10 മടങ്ങ് ശക്തിയോടെ അവിടെ കൊണ്ടുവന്നിരുന്നു. ഈ ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ ഏറ്റവും കൃത്യമായ ഒരു അജണ്ട ആയിട്ട് ഞാൻ കാണുന്നത് ഓയിൽ മാർക്കറ്റിനെ നിയന്ത്രിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളിപ്പോൾ നോക്കിയാൽ വെനിസ്വേലയിൽ അമേരിക്ക ആക്രമിച്ചതും ഇറാനിൽ ആക്രമിച്ചതും അതുപോലെ പണ്ട് ലിബിയയിൽ ആക്രമിച്ചതും ഒക്കെ തന്നെ എണ്ണ എന്ന ഒരേ ഒരു ലക്ഷ്യത്തിലാണ്. അതായത് ലോകത്തിന്റെ ഊർജ നിയന്ത്രണം അമേരിക്കയ്ക്ക് ആവണം. ഇത് രഹസ്യമൊന്നുമല്ല. ട്രംപ് അധികാരത്തിൽ വരുന്ന സമയത്ത് അമേരിക്കയ്ക്ക് കൃത്യമായിട്ട്, അതുപോലെ അമേരിക്കയിലെ എണ്ണ ഉൽപ്പാദകർ, അവിടെ ഷെയിൽ ഓയിൽ എന്ന് പറയുന്ന ഒരു തരം എണ്ണയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ ഉൽപ്പാദനം നിയന്ത്രിച്ചായിരുന്നു അവിടെ നിർത്തിയിരുന്നത്. കാരണം അത് കൂടുതൽ ഷെയിൽ ഓയിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ എണ്ണയുടെ വിലയിടി. ഈ ഷെയിലിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, ഇപ്പൊ സാധാരണഗതിയിൽ പല ആൾക്കാരും പറയും സൗദിയിൽ എണ്ണ എക്സ്കവേറ്റ് ചെയ്യാനായിട്ട് $5 പോലും വേണ്ടാന്ന് പറയും. പക്ഷെ അത് ഒരു തരത്തിൽ ശരിയാണെങ്കിലും ഈ സൗദി ഉൾപ്പെടെയുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും ബജറ്റ് ബാലൻസ് ചെയ്യുന്നത് എണ്ണ വിലയാണ്. അപ്പൊ അങ്ങനെയാണ് യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടത്. അങ്ങനെ കണക്കാക്കുമ്പം സൗദിക്ക് $15 എങ്കിലും ഒരു ബാരലിന് എണ്ണ വില സൗദിക്ക് ആവശ്യമുണ്ട്. മറ്റു പല ഗൾഫ് രാജ്യങ്ങൾക്ക് $15 തൊട്ട് $30 വരെ ഉള്ള ഒരു വിലയുണ്ടെങ്കിൽ അവരുടെ ബഡ്ജറ്റിലെ കമ്മി ബാലൻസ് ചെയ്യാൻ പറ്റും. കാരണം അവർക്ക് വേറെ വരുമാനമൊന്നുമില്ല. ഇപ്പൊ ദുബൈ പോലുള്ള അപൂർവം ചില രാജ്യങ്ങൾ മാത്രമാണ് ഈ എണ്ണയെ ആശ്രയിക്കാതെ നിൽക്കുന്നത്. ബാക്കി എല്ലായിടത്തും വരുമാനത്തിന്റെ 70-80% എണ്ണയുടെ
പിന്നെ ഉൽപാദനം വിപണനത്തിലൂടെയാണ്. എണ്ണയുടെ മാത്രമല്ല ഞാൻ പറയുന്നത്, നാച്ചുറൽ ഗ്യാസും ഉണ്ട് അതിനകത്തിൽ, എണ്ണയും അനുബന്ധ ഉൽപ്പന്നങ്ങളും. അപ്പോൾ ഇവിടെ അമേരിക്ക ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ട്രംപ് വളരെ കൃത്യമായ, അതായത് അമേരിക്കയുടെ എണ്ണ ഉൽപാദകരും അമേരിക്കയുടെ എണ്ണ കമ്പനി, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികൾ പലതും അമേരിക്കൻ കമ്പനികളാണ്. ഇപ്പോൾ എക്സോൺ മൊബില് അല്ലെങ്കിൽ പാശ്ചാത്യ കമ്പനികൾ, അതുപോലെ ഷെല്ല് ഡച്ച് കമ്പനിയാണ് ഇൻകോർപ്പറേറ്റഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. ഇവർക്കൊക്കെ ഒരേ സിംഗിൾ അജണ്ടയാണ്. അതായത് എണ്ണയുടെ മാർക്കറ്റിലെ ആ മൂവ്മെന്റ്സ്, പ്രൈസ് മൂവ്മെന്റ്സ് അവരുടെ ആഗ്രഹം അനുസരിച്ച് വേണം. പിന്നെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ സൗദി, റഷ്യ, US, ഇങ്ങനെ 3 പേരാണ്. അതിൽ റഷ്യയെ കയറി ആക്രമിക്കാൻ പറ്റില്ലല്ലോ, അതാണ് ഒരു പ്രശ്നം. പിന്നെ ഉള്ളത് സൗദിയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി സൗദിയുടെ നയങ്ങളെ കുറേയൊക്കെ സ്വാധീനിക്കും, കുറേയൊക്കെ, അതിനപ്പുറത്തോട്ട് അവിടെയും പറ്റില്ല. അപ്പോൾ ബാക്കി രാജ്യങ്ങളെ മുഴുവൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു തന്ത്രം. അവിടെ ട്രംപ് അധികാരത്തിലേറിയപ്പോൾ അദ്ദേഹത്തിന്റെ ഷെയിൽ എണ്ണ ഉൽപാദകർക്ക് അദ്ദേഹത്തിന്റെ ഒരു സന്ദേശം ഉണ്ടായിരുന്നു. ഡ്രിൽ ബേബി ഡ്രിൽ എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങൾ ആവശ്യമുള്ളത്ര എണ്ണ കുഴിച്ചെടുത്തു, എണ്ണയുടെ വില കൂട്ടാനുള്ള പരിപാടിയായിട്ട് ഞാൻ മുന്നോട്ട് പോകും, അതെങ്ങനെയാണെന്നൊന്നും നിങ്ങൾ നോക്കണ്ട എന്നൊരു ഉറപ്പ് ഷെയിൽ ഉൽപാദകർക്ക് കൊടുത്തിരുന്നു. ഇതെല്ലാം തന്നെ ഞാൻ ഈ പറയുന്ന ഒന്നും രഹസ്യമൊന്നുമല്ല. അമേരിക്കൻ പത്രങ്ങളിൽ ഇതേ വാചകം, ഡ്രിൽ ബേബി ഡ്രിൽ എന്ന ഉള്ള വാചകം ട്രംപ് തന്നെ കോയിൻ ചെയ്തെടുത്ത ഒരു ഫ്രേസാണ്. അത് അവിടെ പിന്നെ അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ളതാണ്. ആ മാഗ എന്നുള്ള തിയറിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? എവറിത്തിങ് എൽസ് വിൽ ബി ജസ്റ്റിഫൈഡ് ബൈ ദിസ് ഗോൾ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഈ ലക്ഷ്യം ബാക്കി ഏത് പ്രവൃത്തിയെയും അമേരിക്കക്കാരൻ്റെ മനസ്സിൽ അത് ജസ്റ്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ അത് സാധൂകരിക്കപ്പെടും എന്നുള്ള അങ്ങനെയുള്ള ഒരു ചിന്തയാണ് ട്രംപിനെ നയിക്കുന്നത്. പക്ഷെ ഇവിടെ ട്രംപിന് കാലാകാലങ്ങളായിട്ട് ഇറാന്റെ വിഷയത്തിൽ ഒരു തെറ്റുപറ്റി. ഇപ്പം ഞാൻ ഫവാസ് ഉന്നയിച്ച സംശയത്തിലേക്കൂടെ ഞാൻ വരാം. തീർച്ചയായിട്ടും അമേരിക്ക യുദ്ധമൊന്നും നിർത്താൻ പോകുന്നില്ല. അമേരിക്ക ഇപ്പം യുദ്ധം നിർത്തിയത് അമേരിക്കയുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് ഇത് വെറുതെ കൊണ്ട് ഈ പട്ടിയുടെ കയ്യിൽ പൊതിയ തേങ്ങ പോലെയാണ്. പട്ടിക്ക് ഒരു തേങ്ങ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചാൽ അതിന് ആ തേങ്ങ പൊതിക്കാൻ പറ്റുന്നില്ല. അതെ കടിച്ചിട്ട് തൊണ്ടൊക്കെ കടിച്ച് പറിച്ച് കുറേ നേരം അവിടെ കിടക്കും, അത്രയും ഊർജ്ജം നഷ്ടപ്പെടും. അമേരിക്കയ്ക്ക് തൽക്കാലം ആ ഒരു അവസ്ഥയിലേക്ക് നിൽക്കാനായിട്ട് അമേരിക്കയ്ക്ക് പറ്റുന്നില്ല. അത് കാരണം തൽക്കാലം ഇതൊരു സീസ് ഫയർ ആണ് എന്ന് മാത്രമാണ് ഞാൻ കരുതുന്നത്. നാളെ യുദ്ധം വീണ്ടും തുടങ്ങാം, സംശയമൊന്നുമില്ല. ഇറാനിലെ ഏതെങ്കിലും ഭരണാധികാരി അത് ഒപ്പിട്ടാൽ അത് മണ്ടത്തരമായിരിക്കും. എൻ്റെ ഊഹത്തിൽ അവരത് ചെയ്യില്ല, അവർക്ക് അതിൽ താല്പര്യമില്ല. പിന്നെ ചൈനയ്ക്ക് ഈ യുദ്ധം അവസാനിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ട്. കാരണം ചൈനയുടെ ഊർജ സുരക്ഷിതത്വം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതിൽ ചൈന വളരെ നിശ്ചയമായിട്ടും ഈ യുദ്ധത്തിൽ കൃത്യമായിട്ട് ഇടപെടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ വരുന്ന ആഴ്ചകളിൽ ട്രംപ് ബെയ്ജിങ്ങിൽ സന്ദർശനം നടത്തുകയാണ്. വളരെ നിർണായകമായ ഒരു സന്ദർശനമായിട്ടാണ് അത് ലോകമാധ്യമങ്ങൾ പറയുന്നത്. എല്ലാവരും അത് ഉറ്റുനോക്കുകയാണ്. അതിന് ട്രംപിന്റെ അവിടുത്തെ ആഗമനത്തിന് തൊട്ടു മുമ്പായിട്ട് ഇറാന്റെ പ്രതിനിധികൾ ബെയ്ജിങ്ങിൽ എത്തിയിട്ടുണ്ട്. അവരിപ്പോൾ ചൈനീസ് അധികൃതരുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. അപ്പോൾ 2 രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ കാണുന്നത്. ഒന്ന്, ചൈനയുടെ ആയുധങ്ങൾ ഇറാന് കൊടുക്കും എന്നുള്ള ഒരു സൂചന പല ഭാഗത്തുനിന്നും ചൈന അറിഞ്ഞുകൊണ്ട് തന്നെ പുറത്തുവിടും. അതായത് കാരിയർ കില്ലർ പോലുള്ള മിസൈലുകൾ. ഇത് അമേരിക്കയ്ക്ക് കൃത്യമായ ഒരു പേടിയുണ്ടാകും. കാരണം ബാക്കി എന്തൊക്കെ നഷ്ടമുണ്ടായാലും അമേരിക്കയുടെ ഒരു വിമാനവാഹിനി കപ്പൽ തകർന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവർക്ക് അണുബോംബ് പ്രയോഗിക്കാതെ പറ്റില്ല. കാരണം അത് അത്ര വലിയ ഒരു വിമാനവാഹിനിക്ക് ഇപ്പം ജെറാൾഡ് ഫോർഡോ എബ്രഹാം ലിങ്കനോ ഒക്കെ USS അത്തരം കപ്പലുകൾ തകർന്നാൽ ഒരു കപ്പലിൽ ഒരു 3000-ഓളം നാവികരൊക്കെ ഉണ്ടാകും. 150 വിമാനങ്ങളുള്ളതാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറമാണ് അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ. അതിൻ്റെ ഒരു 70,000 തൊട്ട് 1,00,000 ടണ്ണ് ഒക്കെ ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വിമാനവാഹിനി കപ്പലാണ്. ഇന്ത്യയുടെ ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഇരട്ടി വരും അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ. അത്ര ഭീമാകരമായ ഒരു നാവിക വ്യൂഹമാണ് അവരുടേത്. അത് നശിപ്പിക്കാൻ വെറും ഒരു കാരിയർ കില്ലർ മിസൈൽ മതി. അതൊരു ബലിസ്റ്റിക് മിസൈലാണ്. ആ ബലിസ്റ്റിക് മിസൈൽ ചൈന അതിന്റെ ടെക്നോളജി സ്വന്തമാക്കിയിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രഹ്മോസ് പോലും ഒരു വിമാനവാഹിനി കപ്പലിന് വലിയ ഡാമേജ് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്ന ലോങ് റേഞ്ച് ആന്റി ഷിപ്പ്
ഹൈപ്പർസോണിക് മിസൈൽ, ഒരു ഹൈപ്പർസോണിക് മിസൈൽ നിശ്ചയമായിട്ട് 2 ഹൈപ്പർസോണിക് മിസൈൽ മതിയാകും ഒരു വിമാനവാഹിനി കപ്പലിനെ മുക്കിക്കളയാൻ. അപ്പോൾ അത്തരം ആയുധങ്ങൾ ഇറാന്റെ കൈവശത്തേക്ക് പോകുമോ എന്നുള്ള ഒരു ഭയമുണ്ടെങ്കിൽ അമേരിക്ക ഒരുപക്ഷെ ചൈനയോട് ചൈനയുടെ മധ്യസ്ഥതയിൽ എന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് വെടിനിർത്തലിലേക്ക് പോകും. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ഒരിക്കലും ഈ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള ശേഷിയുള്ള രാജ്യമല്ലായിരുന്നു. കാരണം അവർ വളരെ ദുർബലമായ ഒരു രാജ്യം. അവർക്ക് ഒരേ സമയം ഗൾഫിന്റെ സഹായം വേണം, മറുഭാഗത്ത് ഇറാന്റെ സഹായം വേണം, അമേരിക്കയുടെ സഹായം ഏറ്റവും അധികം വേണം, ചൈനയുടെ സഹായം ഇതിനെയൊക്കെക്കാൾ അപ്പുറം. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ബഗേഴ്സ് കനോട്ട് ബി ചൂസേഴ്സ്. അവർക്ക് ഒരു കാര്യം ഇന്നത് ഒരാൾ വേണം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, അത് കൊടുക്കുന്ന വാങ്ങിക്കാൻ നിവൃത്തിയുള്ളൂ. എന്തായാലും ശരി. ചൈന പക്ഷെ അങ്ങനെയുള്ള രാജ്യമല്ല. ചൈന ഒരു വൻ ശക്തിയാണ്. ചൈന ഇടപെട്ടാൽ നിശ്ചയമായിട്ടും ആ വാക്കുകൾക്ക് ട്രംപ് ശക്തിയെ ബഹുമാനിക്കുന്ന ആളാണ്, ശക്തിയെ മാത്രം ബഹുമാനിക്കുന്ന ആളാണ്. ഇപ്പൊ എത്ര എതിർപ്പുണ്ടെങ്കിലും പുടിനെ മാന്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ സിയെ മാന്യമായിട്ട് ഇടപെടും ട്രംപ്. അങ്ങനത്തെ ഒരാളാണ്, ഒരു ആൽഫ മെയിൽ. അല്ലെങ്കിൽ അമേരിക്കയിലെ ഒരു പരമ്പരാഗത വെള്ളക്കാരന് റെഡ് നെക്ക് എന്ന അവിടെ ഒരു പ്രയോഗമുണ്ട്. ആ റെഡ് നെക്കുകൾ എന്ന് പറഞ്ഞാൽ കാണുന്നവനെ ഒരു തല്ലാൻ നോക്കും, പക്ഷെ തന്നോടൊപ്പം ആരോഗ്യമുള്ളവരുത്തനെ കണ്ടാൽ അവന്റെ തോളത്ത് കൈയിടാൻ നോക്കും. ഇഫ് യു കനോട്ട് ബീറ്റ് ദം ജോയിൻ ദം എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു പോളിസി. അത് പണ്ടേ ഉള്ളൊരു പോളിസിയാണ്. അതിന്റെ ഒരു മൂർത്തിമത് ഭാവമാണ് ട്രംപ്. എന്തായാലും യുദ്ധം ഏതെങ്കിലും രീതിയിൽ തൽക്കാലത്തേക്കെങ്കിലും ഒന്ന് വെടിനിർത്തലിലേക്ക് എത്തട്ടെ. സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.